സത്യം പറഞ്ഞാൽ ഈ ട്രംപിന് ഇതെന്തു പറ്റി? ഇന്ത്യയെ സുഖിപ്പിച്ച് അങ്ങോട്ട് കൊല്ലുമോ? ഒരു വശത്ത് ഇന്ത്യയുമായുള്ള കടുത്ത വ്യാപാര താരിഫ് തർക്കങ്ങൾ, മറുവശത്ത് ഇന്ത്യയെ വാനോളം പുകഴ്ത്തിക്കൊണ്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ചില പ്രസ്താവനകൾ. ഇതിനിടയിലാണ് കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും തള്ളിപ്പറഞ്ഞുകൊണ്ട് അമേരിക്കൻ ഭരണകൂടം ഇന്ത്യക്ക് പരസ്യമായിട്ടുള്ള ഒരു പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനും അമേരിക്കൻ അംബാസിഡറുമായിട്ടുള്ള സെർജിയോ ഗോർ ശ്രീനഗറിലെത്തി കാശ്മീർ ഇന്ത്യയുടെ പ്രധാന ഭാഗമാണെന്ന് തുറന്നു സമ്മതിച്ചതോടെ അന്താരാഷ്ട്ര തലത്തിൽ കാശ്മീരിനെ തർക്കഭൂമിയാക്കി മാറ്റാൻ നോക്കിയ പാകിസ്ഥാന്റെ വർഷങ്ങളായിട്ടുള്ള പ്രചാരണങ്ങൾക്കാണ് ഇപ്പോൾ അറുതി വീണിരിക്കുന്നത്. പ്രസ്താവന വന്നതിന് തൊട്ടു പിന്നാലെ ഇസ്ലാമാബാദിലെ അമേരിക്കൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തിയിട്ടാണ് പാകിസ്ഥാൻ അവരുടെ പ്രതിഷേധമറിയിച്ചിരിക്കുന്നത്. പ്രതിഷേധമറിയിക്കാതെ എന്തു ചെയ്യുമല്ലേ? എന്നാൽ ഇതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് കേവലം ഒരു കാശ്മീർ വിഷയം മാത്രമല്ല. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അണിയറയിൽ നടക്കുന്ന ഒരു വമ്പൻ സാമ്പത്തിക വ്യാപാര വിലപേശലുകളുണ്ടല്ലോ, അതിന്റെ ഭാഗവും കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളെന്നും കൂടി പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്തകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അത് മനസ്സിലാവും. ആദ്യം ട്രംപ് പറഞ്ഞത് 64 കോടിയിലധികം ആളുകൾ സുതാര്യമായി വോട്ട് ചെയ്യുന്ന ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സുരക്ഷയും വോട്ടർ ID സംവിധാനവും അമേരിക്ക പോലും മാതൃകയാക്കണമെന്നാണ്. അത് വെറും ഒരു പ്രസ്താവനയ്ക്കപ്പുറത്തേക്ക് വലിയൊരു പുകഴ്ത്തലായിട്ടാണ് ലോകരാജ്യങ്ങളെല്ലാം കാണുകയും ചെയ്തത്. തൊട്ടു പിന്നാലെയാണ് സെർജിയോ ഗോർ കാശ്മീരിലെത്തിയിട്ട് ഇന്ത്യയുടെ പരമാധികാരത്തെ അംഗീകരിക്കുന്ന ഒരു പ്രസ്താവനയും നടത്തിയിരിക്കുന്നത്. സത്യത്തിൽ എന്തിനാണ് ഇന്ത്യയോട് അമേരിക്ക ഇപ്പോൾ ഇത്രയും അധികം താല്പര്യം കാണിക്കുന്നത്? ഇതിനു പിന്നിൽ വാഷിംഗ്ടൺ പയറ്റുന്ന ആ ഒരു വലിയ തന്ത്രം എന്തായിരിക്കും? അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന ആ ഒരു ചെറിയ കാര്യം നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണം. ഒരു സെക്കൻഡ് പോലും വരില്ലല്ലോ. അപ്പോൾ ഒന്ന് സഹായിക്കുക. നമുക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ഇന്ത്യയെ തങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള അമേരിക്കയുടെ കാരറ്റ് ആൻഡ് സ്റ്റിക്ക് എന്ന നയതന്ത്രത്തിന്റെ ഭാഗമാണ് എന്നാണ്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമേരിക്ക ചുമത്തുന്ന അധിക താരിഫുകൾ വലിയ തർക്കങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ആ ഒരു ചർച്ച എങ്ങും എത്താതെ മുന്നോട്ടിങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കുവാനും ഇന്ത്യയുമായി മുടങ്ങിക്കിടക്കുന്ന ആ ഉഭയകക്ഷി വ്യാപാര കരാർ വേഗത്തിൽ ഒപ്പിടിക്കുവാൻ വേണ്ടിയിട്ട് ഇന്ത്യയെ പ്രേരിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശവും ഇതിന് പിന്നിൽ കാണാനായിട്ടാണ് സാധ്യത കൂടുതൽ. അതേസമയം കാശ്മീർ മണ്ണിൽ നിന്നും ഇന്ത്യയുടെ പരമാധികാരം ഉയർത്തിപ്പിടിക്കാൻ നമ്മുടെ നേതൃത്വത്തിന് സാധിച്ചു എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ശ്രീനഗറിലെത്തിയ സെർജിയോ ഗോറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു മുമ്പ് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വ്യക്തമാക്കിയ ഒരു നിലപാടുണ്ട്. അത് ഒരു കയ്യടിയോടുകൂടി മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ കഴിയുള്ളൂ. അദ്ദേഹം പറഞ്ഞത് കാശ്മീരിലെ കാര്യങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത് ന്യൂഡൽഹിയിലാണ്, അല്ലാതെ വാഷിംഗ്ടണിലല്ല എന്നാണ്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങൾ വിദേശ ഇടപെടൽ ആവശ്യമില്ലെന്ന് അടിവരയിട്ടുകൊണ്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു അത്. തുടർന്ന് കാശ്മീരിലെ സുരക്ഷിതമായിട്ടുള്ള അന്തരീക്ഷം നേരിട്ട് കണ്ടറിഞ്ഞ സെർജിയോ ഗോർ പറഞ്ഞത് വർഷങ്ങളായി അമേരിക്കൻ പൗരന്മാർക്ക് കാശ്മീരിലേക്ക് വരാൻ നിലനിന്നിരുന്ന യാത്രാവിലക്കുകൾ പിൻവലിക്കുവാൻ തങ്ങൾ തയ്യാറെടുക്കുകയാണെന്നാണ്. അതായത് കാശ്മീരിന് ഈ അടുത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഫ്രീ പ്രമോഷനാണ് അമേരിക്കൻ അംബാസിഡർ ആയിട്ടുള്ള സെർജിയോ ഗോർ ഇവിടെ നൽകിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അമേരിക്കൻ അംബാസിഡർ ഇന്ത്യയിൽ വന്നിട്ട് ഇത്രയും വലിയൊരു പ്രസ്താവന നടത്തിയിട്ട് പറയുകയാണ്, ഞങ്ങൾ അമേരിക്കൻ പൗരന്മാരുടെ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് പിൻവലിക്കാൻ ഞങ്ങൾ തയ്യാറെടുക്കുകയാണെന്നാണ് പറയുന്നത്. ഇത്രയും വലിയൊരു പ്രമോഷൻ വേറെ എവിടുന്ന് കിട്ടാനാണല്ലേ? ചുരുക്കി പറഞ്ഞാൽ വ്യാപാര തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യയെ പിണക്കാതെ കൂടെ നിർത്തേണ്ടത് ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ന് അമേരിക്കയുടെ വലിയൊരു ആവശ്യമായി തന്നെ മാറിയിരിക്കുകയാണ്. ചൈനയെ പ്രതിരോധിക്കാനും സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഇന്ത്യ എന്ന വൻ ശക്തി അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടുകൂടിയാവണം ഇത്തരത്തിലുള്ള നിരന്തരമായ പ്രസ്താവനകൾ വരുന്നതും. ട്രംപിനെ പോലെയുള്ള ഒരു ഈഗോയിസ്റ്റ് തന്റെ ഈഗോ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെയും വോട്ടർ ID കാർഡിനെയും മറ്റുമെല്ലാം ഇത്രയും അധികം പുകഴ്ത്തി പറയുന്നത് പോലും അതിന്റെ ഒരു ഭാഗമായിരിക്കാം. എന്തായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.